പ്രവാസി പ്ലസിലേക്ക് സ്വാഗതം. തേങ്ങിപ്പാലം കോഹിനൂർ വാഹനാപകടത്തിൽ 3 പേർക്ക് ദാരുണാന്ത്യം. ദേശീയപാത 66 നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചായിരുന്നു അപകടം. തൃശൂർ സ്വദേശികളായ ഷഹീദ്, ഭാര്യ ഷഹീന, ബന്ധു ജഹാന എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോകും വഴിയായിരുന്നു അപകടം. രാത്രി 11:40ഓടെയായിരുന്നു ഈ സംഭവം. ഈ സമയത്ത് ശക്തമായ മഴയായിരുന്നു. കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ വലതുഭാഗം പൂർണ്ണമായും തകർന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് അകത്തുള്ളവരെ പുറത്തേക്കെടുത്തത്. തുടർന്ന് ചെളാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. വർഷങ്ങളായുള്ള പ്രവാസ ജീവിതത്തിന്റെ സമ്പാദ്യം നുള്ളിപ്പെറുക്കി നാട്ടിലൊരുക്കുന്ന സ്വന്തം വീട്. ആ സ്വപ്നക്കൂടിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചാണ് ഭാര്യയുടെയും പ്രിയപ്പെട്ടവരോടുമൊപ്പം ഷാഹിദ് എന്നേക്കുമായി യാത്രയായത്. നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പുറകിലേക്ക് ഇവർ സഞ്ചരിച്ച കാർ ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് കാർ ഓടിച്ചത് ഷാഹിദ് തന്നെ. പ്രമുഖ മലയാളി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ തോമസ് തിരുവല്ലയുടെ ദുബായിലെ മുനാവൽ ഇന്റീരിയർ കമ്പനിയിൽ കഴിഞ്ഞ 13 വർഷമായി ഡിസൈനറായിരുന്നു ഷാഹിദ്. കേവലം ഒരു ജീവനക്കാരൻ എന്നതിനപ്പുറം കമ്പനിയുടെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ഈ യുവാവ്. കഴിഞ്ഞ മാസം 25-നാണ് ഷാഹിദ് നാട്ടിലേക്ക് പോയത്. പണി പാതി വഴിയിലായി തന്റെ സ്വപ്ന ഭവനം പൂർത്തിയാക്കി ഇത്രയും വേഗം താമസം തുടങ്ങണമെന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ സ്വപ്നം പൂവണിയാൻ കാത്തു നിൽക്കാതെയാണ് അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് തോമസ് തിരുവല്ല മാധ്യമങ്ങളോട് ഇത് പ്രതികരിച്ചത്. പ്രിയ ജീവനക്കാരന്റെ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ തോമസ് തിരുവല്ല ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോയി. സഹപ്രവർത്തകർക്കിടയിൽ എപ്പോഴും പോസിറ്റീവ് ഊർജ്ജം നിറച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഷാഹിദിന്റേത്. ജോലിസ്ഥലത്ത് എപ്പോഴും ഊർജ്ജസ്വലനായിരുന്ന അവൻ ആരോടും പരിഭവങ്ങളോ പരാതികളോ കാട്ടിയിരുന്നില്ല. എല്ലാവരോടും വളരെ സൗമ്യമായാണ് ഷാഹിദ് പെരുമാറിയത്. എപ്പോഴും കളിയും ചിരിയും തമാശകളുമായി സഹപ്രവർത്തകരുടെ കൂടെ കൂടും. അവൻ ഇനിയില്ല എന്ന് വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല. ഒപ്പം ജോലി ചെയ്യുന്ന ജിതിൻ വിതുമ്പലോടെയാണ് ഓർത്തെടുക്കുന്നത്. അവധി കഴിഞ്ഞ് ഇതേ മാസം 25-ന് ദുബായിലേക്ക് തിരികെ വരാനിരിക്കവെയാണ് ദുരന്തം വിധി ഒളിപ്പിച്ചു വെച്ചത്. കോഴിക്കോട് ബീച്ചിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിച്ച ശേഷം രാത്രിയോടെ തൃശൂരിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു കോഹിനൂരിൽ മരണരൂപത്തിൽ ലോറി കാറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഷാഹിദിന്റെ സഹോദരൻ ഷാനിയും ദുബായിലാണ് ജോലി ചെയ്യുന്നത്. നാട്ടിൽ പണിതീരാത്ത ആ വീടിന്റെ ചുമരുകളിൽ ഇനി ഷാഹിദിന്റെ കയ്യൊപ്പുകൾ മാത്രമായിരിക്കും അവശേഷിക്കുക. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തകർന്നുപോയ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ കണ്ണീർ വാർക്കുകയാണ് പ്രവാസ ലോകവും.